കരിവാളിപ്പ് മാറ്റി സ്കിൻ നല്ല രീതിയിൽ നിറം വെപ്പിക്കാൻ ഒരു സൂത്രം പറഞ്ഞു തരാം. ഒന്ന് ചെയ്തു നോക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇത് ചെയ്തിട്ടും സ്കിന്നിൽ നിന്ന് കരിവാളിപ്പ് മാറ്റുന്നില്ലെന്നാണോ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? കരിവാളിപ്പ് പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റി നല്ല ക്ലീൻ സ്കിന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. ഒരു മാജിക് പാക്കാണ്. നിങ്ങളൊന്ന് ഇട്ട് നോക്ക്. നിങ്ങളുടെ സ്കിന്നിനെ അലട്ടുന്ന ആ ഒരു കരിവാളിപ്പുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റി സ്കിൻ നല്ല ക്ലീൻ ആക്കാൻ സാധിക്കും. എന്താണ് സംഭവം എന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്കും എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും കൂട്ടുകാരെ, നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നമ്മൾ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് കരിവാളിപ്പ്. കരിവാളിപ്പ് വന്നു കഴിഞ്ഞാലോ പല കാര്യങ്ങളും നമ്മൾ സ്കിന്നിൽ തേച്ച് ആ കരിവാളിപ്പ് കൂടുകയാണ് ചെയ്യാറുള്ളത്. നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സ്കിന്നിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് എപ്പോഴും സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ സ്കിന്നിനെ അലട്ടിയ കരിവാളിപ്പ് പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റി നല്ല ക്ലീൻ സ്കിൻ ആക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് പറയുന്നത്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്കിന്നിൽ ഇട്ടതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ, തുടച്ചു കഴിയുമ്പോൾ സ്കിന്നിൽ നിന്ന് കരിവാളിപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നത് കാണാം. ഇതൊരു മാജിക് പാക്കാണ്. ഈ ഒരു കരിവാളിപ്പ് മാറ്റാൻ ഈ ഒരു മാജിക് പാക്ക് നിങ്ങൾ 1 നിമിഷം 1 മിനിറ്റ് ഒന്ന് നിങ്ങൾ സ്കിന്നിൽ ഇട്ടാൽ മതി. എന്തായാലും കൂട്ടുകാരെ, നമുക്ക് സമയം കളയാതെ തന്നെ ആ ഒരു കിടിലൻ കരിവാളിപ്പ് മാറ്റുന്ന പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ചേഞ്ചസും ഒക്കെ കാണിക്കാം. എന്തായാലും നമുക്ക് അതിലേക്ക് പോയാലോ? നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ നമുക്ക് നല്ലൊരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കടലമാവിൻ്റെ പൊടി ഉണ്ടല്ലോ. കടലമാവിൻ്റെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ, കൂടാതെ തന്നെ ടാനൊക്കെ സ്കിന്നിൽ നിന്ന് തുടച്ച് മാറ്റി സ്കിന്നിന് നല്ല രീതിയിൽ നിറം വെപ്പിക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കടലമാവിൻ്റെ പൊടി എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ഓയിലിനെയൊക്കെ നമ്മുടെ ഈ ഒരു കടലമാവ് വലിച്ചെടുക്കും. കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിനെ അലട്ടുന്ന കരിവാളിപ്പുണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാനും നമ്മുടെ ഈ ഒരു കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കും. അതിനുശേഷം നമ്മൾ അടുത്തതായി ചേർത്തത് ആട്ടപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ആട്ടപ്പൊടിയും നമ്മുടെ സ്കിന്നിനെ നിറം വെപ്പിക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കസ്തൂരി മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് നിറം വെപ്പിക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റാനും നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിക്ക് സാധിക്കുന്നതാണ്. ഇനി ഈ പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നിൽ നിന്ന് അൺഇവൻ സ്കിൻ ടോണും പിഗ്മെൻറ്റേഷനും ഒക്കെ ഇല്ലാതാക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറുപയർ പൊടി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നത്. പണ്ട് കാലം തൊട്ട് തന്നെ സ്കിന്നിൻ്റെ നിറം വെപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ചെറുപയർ പൊടി എന്ന് പറയുന്നത്. ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 1 ടേബിൾ സ്പൂണോളം എടുക്കുന്നത്. അങ്ങനെ ചെറുപയർ പൊടിയും ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത്, ഈ പൊടികളെ മിക്സാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ റൈസ് വാട്ടർ ചേർക്കാം. ഞാനിവിടെ വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ആക്കുന്നത്. നിങ്ങൾ റൈസ് വാട്ടർ ചേർത്ത് മിക്സ് ആക്കിയാലും നല്ലതാണ്. അങ്ങനെ പൊടികൾ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് കിട്ടണം. അധികം അങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ അധികം അങ്ങ് ടൈറ്റായി പോകാനും പാടില്ല. കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു ചേഞ്ചസ് ഒക്കെ കാണിക്കാം. നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ ഫേസ് നല്ല രീതിയിൽ കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ അങ്ങനെ പാക്ക് ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം മസാജ് ചെയ്യേണ്ട, ചെറിയ രീതിയിൽ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കാം. അധികം അങ്ങ് കട്ടിക്കിടരുത് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റിന് ശേഷം കാണിക്കാം റിസൾട്ട്. 3 മിനിറ്റിന് ശേഷം തുടച്ചിട്ടുണ്ട്. അധികം അങ്ങ് പൊഴിഞ്ഞു പോകുന്നിടം വരെ അങ്ങ് ഉണങ്ങി പൊഴിഞ്ഞു പോകത്തില്ല, ആ ഒരു പരുവം വരെ വെക്കരുത്. ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അങ്ങനെ ഞാൻ ഒരു തുണിയുടെ വെച്ച് തുടച്ച് നിങ്ങളെ കാണിക്കാം. അങ്ങനെ തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് കൂടെ കണ്ടോ നിങ്ങൾ? അടിപൊളിയാണ് കൂട്ടുകാരെ. ഒന്ന് ചെയ്ത് നോക്ക്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാം. കരിവാളിപ്പ് മാറ്റാൻ ഈ ഒരു പാക്കിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും ചെയ്ത് നോക്കണേ.
കണ്ടല്ലോ, കരിവാളിപ്പ് പൂർണ്ണമായിട്ടും സ്കിന്നിൽ നിന്നും മാറ്റാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവർക്ക് സ്കിന്നിലൊക്കെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് മാറ്റട്ടെ. പിന്നെ എന്തായാലും ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ. പിന്നെ നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.